ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പച്ചക്കറി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഏത് മക്കൾക്കും പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാവൂല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു പച്ചക്കറി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് ബീഫ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ബീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട, പച്ചക്കറി വെച്ചിട്ട് മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ തൂവി കൊടുക്കാം. നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. വലിയൊരു ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 3-4 ക്യാരറ്റ് കൂടി എടുക്കണം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏത് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഞാനിവിടെ 3 പച്ചക്കറി ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി കൂടുതലധികം ഇഷ്ടം പോലെ പച്ചക്കറികൾ ഇതുപോലെ ചെറുതായി നൈസായി അരിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ് കേട്ടോ. കൂടെ തന്നെ ചാറ്റ് മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. 2-1/4 ടീസ്പൂണാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ പാകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ള് അതും കൂടെ ചേർത്തിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിന്റെ കൂടെ ചിക്കൻ ആയാലും ആഡ് ചെയ്യാം, അതുപോലെ ബീഫ് ആയാലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് രണ്ടും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറി മാത്രം വെച്ചിട്ട് ഞാൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഉണ്ടായപ്പോ അതിൽ ബീഫ് ഉണ്ടാക്കിയെടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. നല്ലൊരു മയം കിട്ടുന്നത് വരെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു മയം നമുക്ക് കിട്ടും. കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കും പോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഇതിപ്പോൾ ഗോതമ്പപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായി നമുക്ക് ഇതിൻ്റെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് നമുക്ക് ഇത് പരത്താൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വലിപ്പത്തിൽ നമുക്ക് എടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു മയത്തിൽ കിട്ടും. ഒരു 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഇത് നല്ലൊരു മയത്തിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ മാവ് വെച്ചിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കാം. ഇനി ചപ്പാത്തി മാവിൻ്റെ പോലെ ഒരു നൈസായിട്ട് പരത്തിയിട്ട് എടുക്കരുത്. കുറച്ചൊരു തിന്നായിട്ട് തന്നെ കട്ടിക്ക് നമുക്ക് പരത്തിയിട്ടെടുക്കണം. ഇനി ഞാൻ ഇതിലോട്ട് തൂമ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, മയോണൈസ്. അതുപോലെ ബീഫ് നന്നായിട്ട് കുക്കറിൽ വേവിച്ചിട്ട് എടുത്തതാണ്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് വേവിച്ചിട്ട് എടുത്തതാണ്. എന്നിട്ട് ഞാനത് ചോപ്പറിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തതാണ്. അല്ലെങ്കിൽ മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയിൽ ചെയ്യുമ്പോൾ ചെറുതായി കിട്ടും. ഇനി നമ്മൾ ഇത് ഒരു തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കല്ല, എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മാവും പരത്തിയിട്ടെടുത്ത് ചുട്ടെടുത്തിട്ടുള്ള ഈ ഓരോ മാവും നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇതിന്റെ ഉള്ളിലോട്ട് ചേർത്തിട്ട് കൊടുക്കണം. ഇനിയെല്ലാം നമ്മളുടെ ആവശ്യം പോലെ കൂടുതൽ വേണമെങ്കിൽ ഫില്ലിങ് നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ചും ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി വൈകുന്നേരങ്ങളിലൊക്കെ ചോറൊക്കെ തിന്നാൻ മടിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവരുടെ വയറും നിറയും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഏത് പച്ചക്കറി കഴിക്കാൻ മടിക്കുന്ന മക്കളും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും. ഇനി ഇതിന്റെ മുകളിലായിട്ട് തൂമ് ഇട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തൂമ് ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി സോസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോസും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോസ് ചേർത്ത് കൊടുത്തിട്ടില്ല. സദാ സമയങ്ങളിലും നമ്മളിവിടെ സോസ് ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കാറ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.